പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നെനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള വിഷയം ലോക സമാധാനം ക്രൈസ്തവ വീക്ഷണത്തിൽ എന്നതാണ്. നാം ജീവിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ ലോകം എത്രമേൽ അസ്വസ്ഥവും അശാന്തവുമാണെന്ന് നമുക്ക് നന്നായി അറിയാം. ഒരു ഭാഗത്ത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, മറുഭാഗത്ത് ഭീകരവാദത്തിൻ്റെ ഭീഷണി, കുടുംബങ്ങളിലെ പിളർപ്പുകൾ, മനസ്സുകളിലെ ഉത്കണ്ഠകൾ, സാമ്പത്തിക അസ്ഥിരത, സാമൂഹിക മാധ്യമങ്ങളിലെ വിഷവാക്കുകൾ, എണ്ണിയാൽ തീരാത്ത അശാന്തികൾ നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്നു. ഓരോ ദിവസവും വാർത്തകൾ നമ്മെ എത്തിക്കുന്നത് എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിത്തെറിച്ച വാർത്ത, ഒരു രാജ്യത്ത് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട വാർത്ത, ഒരു കുടുംബം തകർന്ന വാർത്ത. ഈ ലോകം ഒരു സമുദ്രം പോലെയാണ്. പുറമേ നോക്കിയാൽ അലകൾ പൊങ്ങുന്നതേ കാണൂ, എന്നാൽ അതിൻ്റെ അടിത്തട്ടിൽ എത്ര അഗാധമായ ഇരുട്ടും പ്രക്ഷുബ്ധയും ഉണ്ടായിരിക്കുന്നു. എവിടെയാണ് ഈ ലോകത്തിൻ്റെ യഥാർത്ഥ സമാധാനം? സ്നേഹിതരെ, ഈ ചോദ്യം നമ്മിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ചോദ്യമാണ്. ഈ അശാന്തിയുടെ യുഗത്തിൽ ക്രിസ്തുമതം എന്താണ് പറയേണ്ടത്? ലോകസമാധാനം എന്നത് മനുഷ്യന്റെ രാഷ്ട്രീയ പദ്ധതികൾക്കോ സാമ്പത്തിക ഉടമ്പടികൾക്കോ സൈനിക ശക്തികൾക്കോ അതീതമായി ദൈവത്തിൽ നിന്നു മാത്രം വരുന്ന ഒരു സമ്മാനമാണെന്നാണ് നമ്മുടെ വിശ്വാസം. ഇന്ന് നമുക്ക് ഈ വിഷയത്തെ സമഗ്രമായി വചനത്തിലൂടെയും സഭാപിതാക്കന്മാരിലൂടെയും ആഴത്തിൽ പരിശോധിക്കാം. ഒന്നാമതായി നമുക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് തിരിയാം. ആ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യന്മാർക്കു നൽകിയ വാക്ക് നമുക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിങ്ങൾക്കു സമാധാനം പകർന്നു തരുന്നു, എൻ്റെ സമാധാനം തന്നെ ഞാൻ നിങ്ങൾക്കു തരുന്നു. ലോകം തരുന്നതുപോലെയല്ല ഞാൻ നിങ്ങൾക്കു തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭയപ്പെടുകയും അരുത്. പ്രിയരെ, ഇതിലെ ഓരോ വാക്കും ശ്രദ്ധിക്കുക. ലോകം തരുന്നതുപോലെയല്ല എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. എന്താണ് ലോകത്തിന്റെ സമാധാനം? ലോകത്തിന്റെ സമാധാനം എപ്പോഴും ഉപാധികളോട് കൂടിയതാണ്. നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ സമാധാനം തരാം, നീ എൻ്റെ നിബന്ധനകൾ അംഗീകരിച്ചാൽ യുദ്ധം നിർത്താം. ഇങ്ങനെയുള്ള ലോകത്തിന്റെ ഉടമ്പടികൾ യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ തുടർച്ച മാത്രമാണ്. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു, ഏറ്റവും ശക്തമായ സമാധാന ഉടമ്പടികൾ പോലും ഒരു വിഭാഗത്തിന്റെ ലാഭത്തിനായും മറ്റേ വിഭാഗത്തിന്റെ നഷ്ടത്തിനായും രചിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന്. എന്നാൽ ക്രിസ്തു പറയുന്നു, എൻ്റെ സമാധാനം. അത് എന്താണ് അർത്ഥമാക്കുന്നത്? ക്രിസ്തുവിന്റെ സമാധാനം ഒരു വ്യക്തിത്വമാണ്. അത് യേശുക്രിസ്തു തന്നെയാണ്. ഇപ്പോൾ നമുക്ക് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തന്റെ എഫേസ്യർക്കുള്ള ലേഖനത്തിലേക്ക് തിരിയാം. ആ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാം വചനത്തിൽ നാം ഇക്കാര്യം അതിസുന്ദരമായി വിവരിക്കുന്നത് കാണുന്നു. വിശുദ്ധ പൗലോസ് അവിടെ പറയുന്നു, അവൻ തന്നെ നമ്മുടെ സമാധാനം, അതായത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ സമാധാനത്തെ തന്നെ സ്വീകരിക്കുന്നു. നമ്മുടെ ലോകം എത്രയോ സമാധാന പ്രവർത്തകരെ കണ്ടിട്ടുണ്ട്. വലിയ നേതാക്കന്മാർ, തത്വചിന്തകർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, അവരെല്ലാവരും നല്ലവരും മഹത്തരവുമാണ്. എന്നാൽ അവരിൽ ആർക്കും അവരുടെ ശവകുടീരത്തിൽ നിന്ന് എഴുന്നേറ്റു വന്ന് ഞാൻ സമാധാനമാണ് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ക്രിസ്തുവോ മരണത്തെ ജയിച്ച് ഉയിർത്തെഴുന്നേറ്റു തൻ്റെ ശിഷ്യന്മാർ ഭയപ്പെട്ടു മുറിക്കകത്തു വാതിലടച്ചിരിക്കുമ്പോൾ അവരുടെ മധ്യേ നിന്നുകൊണ്ട് സമാധാനം എന്നരുളി ചെയ്തു. ഈ ഉയിർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സമാധാനത്തിന് മാത്രമേ യഥാർത്ഥത്തിൽ മരണഭയത്തെ പോലും ശമിപ്പിക്കാൻ കഴിയൂ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ സമാധാനത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാം. ലോകത്തിന്റെ സമാധാനം ബാഹ്യമായ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ജോലി ഉണ്ടെങ്കിൽ സമാധാനം, ജോലി പോയാൽ സമാധാനം, നഷ്ടം ആരോഗ്യം ഉണ്ടെങ്കിൽ സമാധാനം, രോഗം വന്നാൽ സമാധാനം ഇല്ല, കുടുംബത്തിൽ എല്ലാവരും ഇണങ്ങിയാൽ സമാധാനം, ഒരു വഴക്കുണ്ടായാൽ എല്ലാം തകർന്നു. എന്നാൽ ക്രിസ്തുവിന്റെ സമാധാനം ബാഹ്യ സാഹചര്യങ്ങൾക്ക് അതീതവും ആന്തരികവും ശാശ്വതവുമാണ്. അത് ഒരു കാറ്റിനെ പോലെയല്ല, ഒരു പാറയെപ്പോലെയാണ്. കൊടുങ്കാറ്റ് എത്ര ശക്തമായി അടിച്ചാലും അത് ഇളകുന്നില്ല. ഇവിടെ നമുക്ക് വിശുദ്ധ പൗലോസ് തൻ്റെ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പറയുന്നത് കേൾക്കാം. ആ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 7-ാം വചനത്തിൽ അപ്പസ്തോലൻ പറയുന്നു, ദൈവത്തിന്റെ സമാധാനം അതു സകല ബുദ്ധിയെയും കവിയുന്നു, അത് ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും വിചാരങ്ങളെയും കാത്തുകൊള്ളും. രണ്ടാമതായി നമുക്ക് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് തിരിയാം. ആ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാം വചനത്തിൽ നാം ഒരു മഹത്തായ ഗീതം കാണുന്നു.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ ബേത്ലഹേമിലെ തൊഴുത്തിൽ ദൈവദൂതന്മാർ ആ ഗീതം ആലപിച്ചു. അവർ പാടി: ഉന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വവും ഭൂമിയിൽ സമാധാനവും മനുഷ്യരിൽ സൽമനസ്സും ഉണ്ടാകട്ടെ. സ്നേഹിതരെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാന കാര്യമുണ്ട്. ദൈവദൂതന്മാർ ഭൂമിയിൽ സമാധാനം എന്ന് പാടുന്നു. പക്ഷെ ആ സമാധാനം എങ്ങനെയാണ് ഭൂമിയിൽ വരുന്നത്? മനുഷ്യരിൽ സൽമനസ് എന്ന ഉപാധിയോടുകൂടി മാത്രമാണ് അത് സാധ്യമാകുന്നത്. ഇവിടെ സൽമനസ് എന്ന ഗ്രീക്ക് പദമായ യൂഡോക്കിയ എന്നതിന് ദൈവിക പ്രസാദം അല്ലെങ്കിൽ ദൈവത്തോടുള്ള സദുദ്ദേശം എന്നൊക്കെ അർത്ഥമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തോട് ഇണങ്ങുമ്പോഴാണ് ഭൂമിയിൽ സമാധാനം ഉണ്ടാകുന്നത്. ഏതൊരു യഥാർത്ഥ സമാധാനവും ആരംഭിക്കുന്നത് ദൈവവുമായുള്ള ലംബമായ ബന്ധത്തിൽ നിന്നാണ്. ഒരു വൃക്ഷത്തിന് ആഴത്തിൽ വേരുകളില്ലെങ്കിൽ അതിന് ഫലങ്ങൾ ഉണ്ടാകില്ല. അതുപോലെ മനുഷ്യന് ദൈവത്തോട് ഇണങ്ങിക്കഴിയാതെ ദൈവത്തോട് യുദ്ധം ചെയ്തുകൊണ്ട് മനുഷ്യനും തമ്മിൽ എങ്ങനെ സമാധാനമുണ്ടാകും? മൂന്നാമതായി, ലോകസമാധാനത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം എന്താണെന്ന് നാം പരിശോധിക്കണം. അത് മനുഷ്യന്റെ ഹൃദയത്തിലെ പാപമാണ്. പുറമേയുള്ള യുദ്ധങ്ങൾ ഉള്ളിലെ യുദ്ധങ്ങളുടെ പ്രതിഫലനം മാത്രമാണ്. നമുക്ക് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലേക്ക് തിരിയാം. ആ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 1-ാം വചനത്തിൽ അവിടുന്ന് അതിവ്യക്തമായി പറയുന്നു: നിങ്ങളിൽ യുദ്ധങ്ങളും കലഹങ്ങളും ഉണ്ടാകുന്നത് എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ യുദ്ധം ചെയ്യുന്ന സുഖാപേക്ഷകളിൽ നിന്നല്ലയോ? എത്ര ശരിയാണ്! രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം ആദ്യം 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു വഴക്കിൽ നിന്നാണ് ആരംഭിക്കുന്നത്. 2 വ്യക്തികൾ തമ്മിലുള്ള വഴക്ക് ആദ്യം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ ദുരാഗ്രഹത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 19-ാം വചനത്തിൽ നമ്മെ പതിപ്പിക്കുന്നത്. അവിടുന്ന് അരുളി ചെയ്യുന്നു: ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്തകളും കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളും ജാരതകളും മോഷണങ്ങളും കള്ളുസാക്ഷ്യങ്ങളും ദൂഷണങ്ങളും പുറപ്പെടുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ സുവിശേഷം ഈ ഹൃദയത്തെ തന്നെ മാറ്റിത്തീർക്കുന്നു. ഇപ്പോൾ നമുക്ക് വിശുദ്ധ പൗലോസ് തന്റെ റോമർക്കുള്ള ലേഖനത്തിൽ പറയുന്നത് കേൾക്കാം. ആ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 1-ാം വചനത്തിൽ അപ്പസ്തോലൻ പറയുന്നു: ആകയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരായി നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കൊണ്ട് ദൈവത്തോട് സമാധാനമുണ്ടോ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, എന്നാൽ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, ഞാൻ ദൈവവുമായി പുതുതായി ഇണങ്ങിച്ചേർന്നു എന്നർത്ഥം. ഈ അനുഭവം കൂടാതെ ഏതൊരു ലോകസമാധാന പദ്ധതിയും ഭൂമിയുടെ പുറമേ തട്ടിപ്പറ്റിയ ഒരു പെയിന്റ് പോലെ മാത്രമായിരിക്കും. മഴ പെയ്താൽ അത് ഉടൻ അടർന്നു പോകും. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മൾ ഞാനും എൻ്റെ വീടും എന്ന മനോഭാവത്തിൽ നിന്ന് ഞങ്ങളുടെ ലോകം എന്ന മനോഭാവത്തിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ സാർവലൗകികമായിരിക്കണം. നമ്മൾ യുദ്ധത്തിലായിരിക്കുന്ന ഒരു രാജ്യത്തെ ഭരണാധികാരിക്കായി പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ നമ്മുടെ ശത്രുരാജ്യത്തിലെ സാധാരണക്കാർക്കായി പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരും നമ്മെപ്പോലെ ദുഃഖിക്കുന്നവരും സ്നേഹിക്കുന്നവരും ഭയപ്പെടുന്നവരുമാണ്. ക്രിസ്തുവിന്റെ സമാധാനം ഈ തിരിച്ചറിവ് നൽകുന്നു. പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നു: എല്ലാ മനുഷ്യർക്കും വേണ്ടിയും രാജാക്കന്മാർക്കും എല്ലാ അധികാരികൾക്കും വേണ്ടിയും നിവേദനങ്ങളും പ്രാർത്ഥനകളും അപേക്ഷകളും നന്ദിസ്തോത്രങ്ങളും കഴിക്കണം എന്ന് ഞാൻ ആദ്യമായി ഉപദേശിക്കുന്നു. ശ്രദ്ധിക്കുക, അന്ന് രാജാക്കന്മാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവരായിരുന്നു. എങ്കിലും പൗലോസ് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. അതാണ് ക്രിസ്തീയ സമാധാനം, പ്രതികാരമല്ല, പ്രാർത്ഥന. സമാധാനത്തിനായുള്ള ഈ ക്രിസ്തീയ ദർശനം പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണമെങ്കിൽ നമുക്ക് 3 പ്രധാന കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത്, നമുക്ക് നമ്മുടെ വാക്കുകൾ ശുദ്ധീകരിക്കാം. നമ്മുടെ വായിൽ നിന്ന് ദേഷ്യവും കുറ്റപ്പെടുത്തലും പുറത്തുവരാതെ സൂക്ഷിക്കാം. ഒരു ദേഷ്യവാക്കിന് ഒരു യുദ്ധം ആരംഭിക്കാൻ കഴിയും. ഒരു ക്ഷമയുടെ വാക്കിന് ഒരു സന്ധി ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ വാക്കുകൾ സമാധാനത്തിന്റെ ഉപകരണങ്ങളാകട്ടെ. രണ്ടാമത്, നമുക്ക് നമ്മുടെ കൈകൾ ദാനത്തിനായി ഉപയോഗിക്കാം, ആക്രമണത്തിനല്ല. നമുക്ക് നമ്മുടെ സമ്പത്തിൽ നിന്ന് ദരിദ്രർക്ക് ധാരാളമായി കൊടുക്കാം. ഇത് ലോകത്തിലെ അസമത്വം കുറയ്ക്കും. അത് പല യുദ്ധങ്ങളുടെയും കാരണമാണ്. മൂന്നാമത്, നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറന്നിടാം, സ്നേഹത്തിനായി. വിദ്വേഷത്തിന്റെ മതിലുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ തകർക്കാം. ആദ്യം നമ്മുടെ സഭയ്ക്കുള്ളിൽ, എന്നിട്ട് പുറത്തേക്ക്. ക്രിസ്തുവിന്റെ സമാധാനം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.